ഹലോ ഹായ് എത്രയാർ വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? ഞാൻ സുഖമായിരിക്കുന്നു കേട്ടോ. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ അല്ലേ? പരിസ്ഥിതി ദിനത്തെക്കുറിച്ചായാലോ ഇന്നത്തെ ഒരു വീഡിയോ. എല്ലാ വർഷവും ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത് പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അവബോധം വരുത്താനും കർമ്മ പരിപാടികൾ ആസൂത്രണം ചെയ്യാനുമാണ് പരിസ്ഥിതി ദിനം ആചരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയാണ് 1974 മുതൽ ഈ ദിനാചരണം ആചരിക്കുന്നത്. പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം ഉണ്ടാക്കുകയാണ് ഈ ദിനാചരണത്തിൻ്റെ ലക്ഷ്യം. എന്തുകൊണ്ടാണ് മനുഷ്യന് ഇത്തരത്തിലുള്ള ഒരു ദിനാചരണം ആവശ്യമായി വന്നത്? മനുഷ്യൻ സ്വന്തം ക്ഷേമത്തിനും സുഖസൗകര്യങ്ങൾക്കും വേണ്ടി പ്രകൃതിയെ നിഷ്കരുണം വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. ചപ്പുചവറുകളുടെ കുന്നുകൂടൽ, ജനപ്പെരുപ്പം, ശബ്ദമലിനീകരണം, ജലാശയങ്ങൾ നികത്തൽ തുടങ്ങിയ അനേകം കാരണങ്ങൾ പ്രകൃതിയുടെ നാശത്തിന് കാരണമാകുന്നുണ്ട്. ഈ നില ഇനിയും തുടർന്നാൽ മനുഷ്യർക്കും മറ്റു ജീവജാലങ്ങൾക്കും ജീവിക്കാൻ പോലും പറ്റാത്ത ഒരു സ്ഥലമായി ഭൂമി മാറും. അതിൻ്റെയൊക്കെ അനന്തരഫലമോ വെള്ളപ്പൊക്കവും വരൾച്ചയും ഭക്ഷ്യക്ഷാമം, മാരക രോഗങ്ങൾ, അകാല മരണങ്ങൾ, ഭൂമിയുടെ താപനില വർദ്ധിപ്പിക്കൽ, താമസിക്കാൻ ഇടം കിട്ടാതാകൽ തുടങ്ങിയ പ്രശ്നങ്ങൾ ഭൂമിയിൽ തുടർക്കഥയാകും. അല്ലേ? ശരിയല്ലേ? നമ്മുടെ പ്രകൃതിയെ നമ്മൾ ഓരോരുത്തരും സംരക്ഷിക്കുക എന്നതിന് വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ കഴിയുന്നത് എന്താണ്? ഈ ലോക പരിസ്ഥിതി ദിനത്തിൽ വീട്ടുമുറ്റത്ത് ഒരു മരമെങ്കിലും വച്ച് പിടിപ്പിക്കുക. ഓരോ ജനിച്ചു വീഴുന്ന കുട്ടിയും വെളിച്ചവും ഇരുട്ടും കാറ്റും മഴയും എല്ലാം കുട്ടിക്ക് അത്ഭുതമാണല്ലേ? അങ്ങനെയുള്ള ഒരു കുട്ടി ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തുന്നു. നിരീക്ഷിച്ചും പരീക്ഷണത്തിലേർപ്പെട്ടും വിശകലനം ചെയ്തും തൻ്റേതായ നിഗമനത്തിലെത്തുന്ന കുട്ടിക്ക് അതിനുള്ള ഉത്തരം പരിസരത്ത് നിന്ന് തന്നെ ലഭിക്കുന്നു. കുട്ടി മനസ്സിലാക്കുന്നു തൻ്റെ പരിസരം തന്നെയാണ് പാഠശാലയെന്ന്. അല്ലേ? ശരിയല്ലേ? പ്രകൃതിയെ മലിനമാക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുകയും പ്രകൃതിയെ സംരക്ഷണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കുകയും ചെയ്യാം. നമ്മുടെ വീട്ടുപരിസരത്ത് ലഭിക്കുന്ന പല വൃക്ഷങ്ങൾ പ്ലാവ്, മാവ്, പേര, നെല്ലി, തെങ്ങ് അതുപോലുള്ള പ്രയോജനകരമായ ഏതെങ്കിലും വൃക്ഷം നടുകയും അവയെ സംരക്ഷിക്കുകയും ചെയ്യുമെന്ന് പ്രതിജ്ഞയെടുക്കുകയും ചെയ്യാം. എല്ലാവർക്കും ഒരു പുതിയ സുരക്ഷിത സമൂഹത്തിനായി പ്രയത്നിക്കാം. 1947 ഭൂമി എന്ന മുദ്രാവാക്യത്തോടുകൂടി പരിസ്ഥിതി ദിനം ആദ്യമായി നമ്മൾ ആഘോഷിച്ചു തുടങ്ങിയത്. മരങ്ങളുടെയും കാടുകളുടെയും സംരക്ഷണം ഉറപ്പാക്കുകയും ശുദ്ധവായുവിൻ്റെ ലഭ്യത ഉറപ്പാക്കുക എന്നതാണ് ഓരോ പരിസ്ഥിതി ദിനത്തിൻ്റെയും ലക്ഷ്യം. ഈ വർഷത്തെ ലോക പരിസ്ഥിതി ദിനം പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം. നമുക്ക് നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞുങ്ങളോട് നമുക്ക് പറഞ്ഞു കൊടുക്കാം അല്ലേ? ഇതിനെക്കുറിച്ച് നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. ഇങ്ങനെയാണ് പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതെന്ന് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ വരും തലമുറയും അവർക്കും നല്ലൊരു ഭാവി ഉണ്ടാവും. കാലാവസ്ഥാ വ്യതിയാനങ്ങളും താപനില വർധനവും കൊടുങ്കാറ്റുകളും സുനാമികളും ഭൂകമ്പങ്ങളും കൂടുന്ന ഈ കാലത്ത് ഒരു തിരിച്ചുപോക്ക് അത്യാവശ്യമാണ് അല്ലേ? പ്രകൃതിയെ സംരക്ഷിച്ചില്ലെങ്കിൽ ഇനിയും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയും. അതിലൂടെ അവരും പ്രകൃതിയെ സ്നേഹിച്ചു തുടങ്ങും. ഇല്ലെങ്കിൽ പുതുതലമുറയ്ക്ക് ഇവിടെ ജീവിക്കാൻ കഴിയാതെ വരുമെന്ന് അവർ പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം.
പരിസ്ഥിതി മലിനമാക്കുന്നത് നിർത്തി നമ്മുടെ ഭൂമി എന്ന അമ്മയെ സംരക്ഷിക്കാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. ഇത്രയും എനിക്ക് അറിയുന്ന കാര്യങ്ങൾ കുറച്ച് നിങ്ങളിലേക്ക് എത്തിച്ചു എന്ന് മാത്രം. ഏവർക്കും പരിസ്ഥിതി ദിനാശംസകൾ.